من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولو شاء ربك لآمن من في الأرض كلهم جميعا أفأنت تكره الناس حتى يكونوا مؤمنين. صدق الله مولانا العلي العظيم. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധമായ വെള്ളിയാഴ്ചയിൽ നമ്മെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ സ്വർഗത്തിലും നാം ഏവരെയും അല്ലാഹു ഒരുമിപ്പിക്കുമാറാകട്ടെ. അവൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ എല്ലാ ദോഷങ്ങളും പുറത്തു മാപ്പാക്കുകയും ദീർഘായുസ്സോടെയും ആഫിയത്തോടെയും ജീവിക്കാനും അവസാനം അവൻ്റെ പൊരുത്തത്തിലായി മരിക്കാനും അള്ളാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു യൂനുസിൽ നിന്ന് 99-ാം വചനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഓതിക്കേൽപ്പിച്ചത്. പരിശുദ്ധ ഇസ്ലാം അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ മതത്തെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആളുകളെ കൊണ്ടുവരികയും ചെയ്യുക എന്നത് അവൻ്റെ വിശ്വാസത്തിൻ്റെ തന്നെ ഭാഗമാണ്. അത് എല്ലാ സമൂഹങ്ങളും നടത്തി വരാറുള്ള ഒന്നുകൂടിയാണ്. എല്ലാ വിശ്വാസങ്ങളുടെയും ഒരു പ്രത്യേകത, അവ പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ അതാണ് രക്ഷയുടെ മാർഗം എന്ന് എല്ലാ മതവിശ്വാസികളും അങ്ങനെ തന്നെ ഉൾക്കൊള്ളാറുണ്ട്. അതുകൊണ്ട് തന്നെ മതപ്രബോധനവും അതോടൊപ്പം തന്നെ അതുവഴി ഉണ്ടാകുന്ന മതപരിവർത്തനവും ലോകത്തെമ്പാടും നടക്കുന്ന ഒന്നാണ്. ആളുകൾക്ക് കാര്യങ്ങൾ ബോധ്യമാകുമ്പോൾ അത് ഏത് തരത്തിലാകണം എന്നതിനെക്കുറിച്ചൊക്കെ നിശ്ചയിക്കേണ്ടത് അവരവരുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളാണ്. പക്ഷേ ആ വ്യക്തിപരമായ ഇഷ്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാൾ മുസ്ലിമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതവിഭാഗത്തിലോ പെടുന്നുവെന്ന് പറയുന്നത് അത് അവരവരുടെ വിശ്വാസത്തോട് ബന്ധപ്പെടുത്തുന്നതും അത് സംബന്ധമായി പറഞ്ഞു കൊടുക്കുന്ന ഒരാളുടെ വിശ്വാസത്തോട് ബന്ധപ്പെടുത്തുന്നതുമായ ഒന്നാണ്. അത് ലോകത്തെമ്പാടും നടക്കും. പരിശുദ്ധ ഇസ്ലാം തന്നെ അക്കാര്യത്തിൽ ഒരു നിർബന്ധ സ്വഭാവം എവിടെയും കാണിച്ചതായി നമുക്ക് കാണാനേ കഴിയില്ല. നിങ്ങൾ മുസ്ലിങ്ങളായിട്ടില്ലെങ്കിൽ നിങ്ങളെ ഈ കഠാര കുത്തിയിറക്കി കൊന്നുകളയുമെന്ന രീതിയിലുള്ള ഒരു ബലപ്രയോഗത്തിന്റെ ശൈലി ഇസ്ലാമിനില്ല. ഇസ്ലാമിന്റെ ആധിപത്യത്തിന്റെ കാലത്തുമില്ല, ഇസ്ലാമിന്റെ വിജയകാലത്തുമില്ല. അതോടൊപ്പം തന്നെ ഇസ്ലാം പിന്നീട് ലോകത്തെവിടെയും പ്രചരിക്കുന്ന ഘട്ടങ്ങളിലുമില്ല. കാരണം ഇത് മനുഷ്യന്റെ ബോധവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. ഒരാൾക്ക് എന്താണ് ശരിയെന്ന് തോന്നേണ്ടത് അയാളുമായി മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു വസ്തുതയാണ്. നമ്മൾ കുറച്ചുകൂടി പറഞ്ഞാൽ അതിന് അള്ളാഹുവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ വിശുദ്ധ ഖുർആൻ പറയുന്ന പല സ്ഥലങ്ങളിലെ പല പ്രഖ്യാപനങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ചോദിക്കുന്നുണ്ട്, നബിയെ, അങ്ങ് ഇഷ്ടപ്പെട്ടവരെയൊക്കെ ഹിദായത്തിലേക്ക് ആക്കാമെന്നാണ്. അതു നടക്കണമെന്നില്ല. അങ്ങ് ഇഷ്ടപ്പെട്ട ആളുകളെ മുഴുവനും മുസ്ലിങ്ങളാക്കണമെന്ന് കരുതാൻ കഴിയില്ല. മറിച്ച് അത് അള്ളാഹുവിന്റെ പണിയാണ്. അള്ളാഹുവാണ് ഒരാൾക്ക് ഹിദായത്ത് നൽകുന്നത് എന്ന് ചുരുക്കം. അതുകൊണ്ടാണ് ഖുർആൻ ഇങ്ങനെ പറയുന്നത്, നബിയെ, അങ്ങ് ജനങ്ങളെ മുഴുവനും മുസ്ലിങ്ങളാക്കും എന്നാണ്.
ലോകത്ത് പല തരത്തിലുള്ള വ്യത്യസ്തമായ ആശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വലൗ ശാഅ റബ്ബുക ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ. താങ്കളുടെ നാഥൻ ഉദ്ദേശിക്കുമായിരുന്നുവെങ്കിൽ ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ, സകലരും എല്ലാവരും സത്യവിശ്വാസികളാകുമായിരുന്നു. അത് സാധ്യമാകണമെന്നില്ല. അങ്ങനെ എല്ലാവരെയും വിശ്വാസികളാക്കണമെന്ന ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടെയുള്ള ഒരു പ്രബോധനവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുമില്ല. ലആമന മൻ ഫിൽ അർളി കുല്ലുഹും ജമീഅ, സകലരും മുസ്ലിങ്ങളാകേണ്ടതല്ലേ? എന്നിട്ട് ഖുർആൻ തന്നെ പറയുന്നു, അഫ അൻത തുക്രിഹുൻ നാസ ഹത്താ യകൂനു മുഅ്മിനീൻ. അഫ അൻത തുക്രിഹുൻ നാസ്, ജനങ്ങളെ മുഴുവനും അങ്ങ് ബലം പ്രയോഗിച്ച് അങ്ങനെ നിർബന്ധപൂർവം അങ്ങനെ മുസ്ലിങ്ങളാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. ഹത്താ യകൂനു മുസ്ലിമീൻ, അവരെല്ലാവരും, ഹത്താ യകൂനു മുഅ്മിനീൻ, അവരെല്ലാവരും സത്യവിശ്വാസികളാകും വരെ. അങ്ങനെ ആകാൻ കഴിയില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ബലപ്രയോഗം നടത്തിയതുകൊണ്ടുമല്ല. പക്ഷെ നബിയുടെ മനസ്സ് മുഴുവനും സത്യവിശ്വാസത്താൽ പ്രചോദിതമായി ആളുകൾ പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരുന്നതിൽ ആഗ്രഹിച്ചതുകൊണ്ട് ആളുകളെ അത്തരത്തിൽ ഈ ബോധ്യം നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനവുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചു. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ ഖുർആൻ ചോദിക്കുന്ന ചില സ്ഥലങ്ങളിലെ ചോദ്യം ഇങ്ങനെയാണ്: നബിയെ, അങ്ങ് അവരോട് അത്യാഗ്രഹം കൊണ്ടിട്ട് നടന്ന് അങ്ങയുടെ ശരീരം കളയോ? അങ്ങനെയും കൂടി ആയിപ്പോയോ? അങ്ങ് സത്യത്തിന്റെ മാർഗത്തിലേക്ക് ആളുകളെ ക്ഷണിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ വഴിയിൽ നബി അങ്ങയുടെ തന്നെ സ്വന്തം ശരീരത്തെ മറന്നോ? ചിലപ്പോ അങ്ങ് അതിന്റെ പേരിൽ സ്വയം അങ്ങ് ഹോമിച്ച പോലെ ജീവിച്ചു പോവുകയാണോ നബിയെ എന്ന് ഖുർആൻ തന്നെ ചോദിക്കുന്നു. അപ്പൊ ഖുർആന്റെ താല്പര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ താല്പര്യം, അത്യാഗ്രഹത്തോടുകൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങനെ പോകുമ്പോഴും പരിശുദ്ധ ഇസ്ലാമിന്റെ പ്രത്യേകമായ അതിന്റെ സ്വഭാവം എന്ന് പറയുന്നതിനെ നമുക്ക് ഇവിടെ കാണാൻ സാധ്യമാകുന്നത് അതൊരിക്കലും എവിടെയും ബലം പ്രയോഗിച്ചിട്ടില്ല എന്നതാണ്. ബലം പ്രയോഗിച്ചിട്ട് എങ്ങനെയാണ് മതപരിവർത്തനം നടത്തേണ്ടത്? എന്നെ ഒരാൾക്ക് മതപരിവർത്തനം നടത്താൻ അയാൾ ഒരു കത്തി ചൂണ്ടിയിട്ട് ഇന്നത് പറയണമെന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്തു മതപരിവർത്തനം നടക്കും? ആദ്യം നടക്കേണ്ടത് മനപരിവർത്തനമാണ്. ഒരാളുടെ മനസ്സിലാണ് അതിന്റെ മാറ്റം ഉണ്ടാകുന്നത്. ആ മാറ്റമാണ് പിന്നെ അയാളുടെ ജീവിതത്തിലേക്ക് വരേണ്ടത്. അല്ലാതെ അങ്ങനെ ആളെ കൂട്ടിയിട്ട് എന്ത് കാര്യം? ഇതിപ്പോ ചില ആളുകൾ വിചാരിച്ചതുപോലെ മിസ് കോൾ അടിച്ചാൽ മതി, അങ്ങനെ കിട്ടുന്ന മെമ്പർഷിപ്പ് മതി എന്ന രീതിയിലേക്കൊന്നും ഒരിക്കലും ഇസ്ലാമിക മതപരിവർത്തനം എന്നതിനെ കണക്കാക്കാൻ കഴിയില്ല. അവിടെ സുനിശ്ചിതമായ ഒരു പ്രഖ്യാപനം അവന്റെ മനസ്സിൽ നിന്ന് തുടങ്ങും. അവന്റെ നാവ് കൊണ്ട് പോലുമല്ല, അത് മനസ്സിൽ നിന്ന് വരേണ്ടതാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്നതാണ്. ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ അതിനെ ഒരു ദൃശ്യം പോലെ ബോധ്യമായതുപോലെ കൃത്യമായി അറിഞ്ഞിട്ട് സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്. ഷഹാദത്ത് എന്നതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം അതൊരു വാക്കുകളുടെ ഉച്ചാരണമല്ല, അതൊരു സാങ്കേതികമായ ഒരു പ്രയോഗത്തിന്റെ ഒരു രീതിശാസ്ത്രവുമല്ല, മറിച്ച് അത് മനസ്സിൽ പൂർണ്ണമായ ബോധ്യത്തിൽ നിന്ന് പറയേണ്ട ഒന്നാണ്. അഷ്ഹദു, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഷഹീദ്, ഷഹാദത്ത് എന്നതിന്റെ അർത്ഥം കണ്ണുകൊണ്ട് കാണുന്നത് പോലെ അറിയുമ്പോഴുണ്ടായിത്തീരുന്ന ഒരു ബോധ്യമാണ്. ആ ബോധ്യമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് സമ്മതിക്കുന്നിടത്തെ ബോധ്യം. എനിക്കത് ബോധ്യമാകുമ്പോഴാണ് ഞാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനേ ഇല്ല, വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ പ്രവാചകനാണ്, അല്ലാഹുവിന്റെ സത്യദൂതനാണ് മുഹമ്മദ് നബി എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. ഇത് അതിന്റെ പൂർണ്ണാർത്ഥത്തിലെ ബോധ്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന ആ ഒരു മനപരിവർത്തനമാണ് പരിശുദ്ധ ഇസ്ലാമിലേക്ക് ആളുകളെ ചേർത്തത് എന്നതാണ് ഇസ്ലാമിന്റെ ചരിത്രം പഠിച്ചാൽ നമുക്കറിയാനാവും. ഏത് മതത്തെയും കുറിച്ചും എനിക്ക് അങ്ങനെ തന്നെയാണ് അഭിപ്രായപ്പെടാൻ കഴിയുന്നത്. മതപരിവർത്തനം എന്നത് ഒരിക്കലും കേവലമായ ഒരു സാങ്കേതികമായ ആൾക്കൂട്ടങ്ങളെ ഉണ്ടാക്കലല്ല, അത് മനുഷ്യന്റെ മനസ്സും മറ്റലാണ്. സംവാദങ്ങളും ആശയപരമായ അർത്ഥത്തിലുള്ള പരസ്പരമുള്ള വിനിമയങ്ങളും നടക്കുമ്പോൾ ശരിയെന്ന് തോന്നുന്ന ആളുകൾ ശരിയിലേക്ക് വരും,
അയാളുടെ ശരി മറ്റൊരാളുടെ ശരിയാകണമെന്നില്ല എന്നതും വസ്തുതയാണ്. പക്ഷെ ഇസ്ലാമിന്റെ നേരെയാകുമ്പോൾ മാത്രം അതെന്തോ ഒരു വലിയ ജിഹാദാകുന്നു, അതെന്തോ ഒരു ഭീകരതയാകുന്നു. ജിഹാദ് എന്ന പ്രയോഗം ഞാൻ മാറ്റി തെറ്റി പറഞ്ഞതാണെന്ന് വിചാരിക്കേണ്ട. അതിനൊരു കൊട്ടേഷൻ മാർക്ക് കൊടുത്ത് പറയാം, അങ്ങനെ അതിനെ ഒരു ഭീകരതയുടെ പര്യായമാക്കി മാറ്റുന്നു. ആരെങ്കിലും ഒരാൾ മുസ്ലിം ആകുമ്പോഴേക്കും എന്തോ ഒന്ന് സംഭവിച്ച പോലെയാണ്. അതിന്റെ പിന്നിൽ വാർത്താ മാധ്യമങ്ങൾ പിന്നെ അതിന്റെ പിന്നാലെ ഓടുന്നു. എന്തോ ഒരു വലിയ ഒരു ഭീകരമായ സംഭവം നടന്നിരിക്കുന്നു എന്ന പോലെയാണ്. ലോകത്തെവിടെയാണ് ഇസ്ലാം ഈ കുഴപ്പമുണ്ടാക്കിയത്? എവിടെയെങ്കിലും ഇസ്ലാം കടന്നു ചെന്ന വഴികളിൽ ചരിത്രത്തെ നിങ്ങൾക്ക് കൃത്യമായി അപഗ്രഥിക്കാമെങ്കിൽ അവിടെയെല്ലാം ഇസ്ലാം ചെയ്തിട്ടുള്ളത് നന്മ മാത്രമാണ്. നന്മ മാത്രമാണ്, അക്രമല്ല, നന്മയാണ്. യൂറോപ്പിലേക്ക് കടന്നു ചെന്ന ഇസ്ലാമിന് ചെയ്യാനുണ്ടായിരുന്ന പണിയെക്കുറിച്ച് പ്രഗത്ഭരായ ചരിത്രകാരന്മാരെല്ലാവരും രേഖപ്പെടുത്തിയത് തന്നെ ഇങ്ങനെയാണ്. ഇസ്ലാം അവിടെ ചെയ്ത ആദ്യത്തെ പണി അവിടെ വൈജ്ഞാനിക ഗേഹങ്ങൾ നിർമ്മിക്കുക എന്നതായിരുന്നു. എന്തിനാ വൈജ്ഞാനിക ഗേഹങ്ങൾ? ഒരു മനുഷ്യനെ സാംസ്കാരികമായി വളർത്താൻ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ അടിത്തറയിടേണ്ടത് വിജ്ഞാനം കൊണ്ടാണ്. ആ വൈജ്ഞാനിക ഗേഹങ്ങളാണ് അവർ ചെയ്തത്. യൂറോപ്യൻ ചരിത്രകാരന്മാർ തന്നെ പറയുന്നു, they educated the natives of the land. അവരാ നാട്ടിലെ ആളുകളെ വിദ്യാഭ്യാസം ചെയ്യിപ്പിച്ചു, അവർക്ക് ആവശ്യമാകുന്ന ബോധം നൽകി. they established universities. അവര് നൽകിയത് അവിടെ സർവകലാശാലകൾ നിർമ്മിക്കുകയായിരുന്നു, യുദ്ധക്കളങ്ങൾ ഉണ്ടാക്കുകയായിരുന്നില്ല, മറിച്ച് സർവകലാശാലകൾ ഉണ്ടാക്കി. അങ്ങനെ അവർക്ക് ആവശ്യമാകുന്ന വൈജ്ഞാനിക ബോധം, ശാസ്ത്രബോധം അങ്ങനെയൊക്കെ നൽകുകയും അവരെ വൈയക്തികമായി സാംസ്കാരികമായി വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു എന്നതാണ് ഇസ്ലാം യൂറോപ്പിൽ ചെയ്തത്. പ്രഗത്ഭനായ ചരിത്രകാരൻ ദ സ്പിരിച്വൽ ഡെവലപ്മെന്റ് ഓഫ് യൂറോപ്പ് എന്ന പുസ്തകത്തിൽ ജോൺ വില്യം ഡ്രാപ്പർ അദ്ദേഹം കുറിച്ചിടുന്നു, ഈ സാംസ്കാരികമായിട്ടുള്ള യൂറോപ്പിന്റെ ചരിത്രത്തെ ഇസ്ലാമിനോട് ബന്ധിപ്പിച്ചുകൊണ്ടല്ലാതെ പറയാൻ യഥാർത്ഥത്തിൽ മതത്തിന്റെ പേരിലുള്ള മതഭ്രാന്തുമായി നിൽക്കുന്ന ചരിത്രകാരന്മാർക്കല്ലാതെ മറ്റാർക്കും കഴിയില്ല. ശരിയായ അർത്ഥത്തിൽ ചരിത്രത്തെ വീക്ഷിക്കുകയും അങ്ങനെ പഠിക്കുകയും ചെയ്യുന്നവർക്ക് അവർക്ക് പിന്നെ തീർച്ചയായും പറയേണ്ടി വരുന്നത്, അവർക്ക് മറച്ചുവെക്കാതെ പറയേണ്ടി വരുന്നത്, യൂറോപ്പിന്റെ സിവിലൈസേഷൻ, യൂറോപ്പിന്റെ സാംസ്കാരികമായിട്ടുള്ള അതിന്റെ ഭാവം, യൂറോപ്പിന്റെ സാംസ്കാരികമായിട്ടുള്ള നവോത്ഥാനം എല്ലാം പൂർണ്ണതോതിൽ ഉണ്ടായിത്തീർന്നതിന്റെ പ്രധാനപ്പെട്ട ഘടകമായി നിൽക്കുന്ന ഇസ്ലാമാണ്. ഇസ്ലാം അവിടെ ഉണ്ടാക്കിയെടുത്തത് അവർക്ക് തീരെ ഒരിക്കലും അവരുടെ ജീവിതത്തിൽ പരിചിതമല്ലായിരുന്ന സാംസ്കാരികമായിട്ടുള്ള ജീവിതങ്ങളാണ്. എങ്ങനെ ശൗച്യം ചെയ്യണമെന്ന് പോലും അറിയാതിരുന്നൊരു സമൂഹം എന്ന് പ്രഗത്ഭനായി ചരിത്രകാരൻ രേഖപ്പെടുത്തുന്നു. അങ്ങനെ ഒന്നുമല്ലാതിരുന്ന ഒരു ജനതയെ സാംസ്കാരികമായി വളർത്തിക്കൊണ്ടുവന്നു മുസ്ലിങ്ങൾ. അവരെ അങ്ങനെയൊക്കെ വൈയക്തികവും സാംസ്കാരികവുമായിട്ടുള്ള വഴികളിലേക്ക്, അവരുടെ വ്യക്തിപരമായ ശുദ്ധീകരണത്തിലേക്കും സാംസ്കാരികമായിട്ടുള്ള അവരുടെ വികാസത്തിലേക്കും ആവശ്യമാകുന്നത് ചെയ്തു കൊടുത്തു ഇസ്ലാം. ഇന്ത്യയിൽ ഇസ്ലാമിന്റെ വികാസത്തെ കുറിച്ച് പഠിക്കുന്ന ആർക്കും മനസ്സിലാക്കാനാവും, ഇവിടെ മുസ്ലിം എന്ന അർത്ഥത്തിൽ ഇസ്ലാമിക പ്രചരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മഹാരഥന്മാരായ സൂഫി വര്യന്മാർ, മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, അദ്ദേഹം വാളെടുത്തിട്ടായിരുന്നില്ലല്ലോ ഇസ്ലാമിന്റെ പ്രചരണം ഏറ്റെടുത്തത്. അദ്ദേഹത്തിന്റെ ഒരു ചിരി പോലും ആളുകളെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിച്ചു. അദ്ദേഹം ഇസ്ലാമിനെ ആ രീതിയിൽ പരിചയപ്പെടുത്തി. അത് ആത്മശുദ്ധീകരണത്തിന്റെ ഒരു വലിയ സൗന്ദര്യമായി ഇസ്ലാമിനെ ഇന്ത്യ കണ്ടപ്പോ അതിൽ ആകൃഷ്ടരായ ഒരുപാട് ആളുകൾ പരിശുദ്ധ ഇസ്ലാമിന്റെ വഴിയിലേക്ക് വന്നു എന്നതാണ് ഇസ്ലാമിന്റെ ചരിത്രം. ഗാന്ധിജി തന്നെ പറയുന്നത് കാണാം, എന്റെ പ്രഗത്ഭനായ ഒരു സുഹൃത്ത് എന്നെ പഠിപ്പിച്ചപ്പോ, my association of the noblest Musliman has taught me that. ഞാൻ എന്റെ ഒരു വലിയ സുഹൃത്തുമായി കൂടിയപ്പോ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇസ്ലാമിന്റെ വ്യാപനം എന്ന് പറയുന്നത് അത് ആയുധം കൊണ്ടുണ്ടായിത്തീർന്നതല്ല, മറിച്ച് അതുണ്ടായിത്തീർന്നത് നിറപുഞ്ചിരിയോടെ സ്നേഹത്തോടെ ജനങ്ങളുമായി സംവദിച്ചിരുന്ന പ്രഗത്ഭരായ സൂഫി വര്യന്മാരുടെ ജീവിതത്തിൽ നിന്നാണ് ഇന്ത്യയിൽ ഇസ്ലാമിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾ നടന്നത് എന്നാണ് ഗാന്ധിജിയുടെ വാക്കുകൾ.
Islam has not been spread by sword, but by the prayerful love of unbroken series of Sufis and Fakirs. ഫക്കീറുമാരും സൂഫികളും. അതിലെ പ്രധാനിയാണ് മഹാനായ ഖാജ മുഈനുദ്ദീൻ അൽ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പർണശാലയിൽ നിന്ന് ഡൽഹിയിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോഴേക്കും ആളുകൾ മഹാനായ ഈ സൂഫി വര്യന്റെ ജീവിതത്തിൽ ആകൃഷ്ടരായി മുസ്ലിങ്ങളായിരുന്നു എന്നത് നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് ആളുകൾ മുസ്ലിങ്ങളായിരുന്നു എന്ന് പറയപ്പെടും. അതിന് അദ്ദേഹം ഉപയോഗിച്ചത് ആയുധമായിരുന്നില്ല, ബലപ്രയോഗവും ആയിരുന്നില്ല. ബലപ്രയോഗം കൊണ്ട് ഒരിക്കലും ഒരാളെ മാറ്റി എടുക്കാനേ കഴിയില്ല. പിന്നെ എന്താണ് ഇപ്പോ ഈ സമീപകാലത്ത് ഒരു സ്ത്രീ മുസ്ലിം ആകുമ്പോ എനിക്കൊരാൾ മുസ്ലിം ആകുന്നു എന്ന് പറയുന്നതിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു കാനേഷുകുമാരിയിലെ എണ്ണം കൂടുന്നു എന്ന് പറയുന്നത് പോലുള്ള ഒരു സന്തോഷമൊന്നുമില്ല. അങ്ങനെ ആഘോഷിക്കപ്പെടേണ്ട ഒരു കാര്യവും അതിലില്ല. സത്യവിശ്വാസിക്ക് സത്യവിശ്വാസത്തിന്റെ മാർഗത്തിലേക്ക് ഒരാൾ വരുമ്പോഴുണ്ടാകുന്ന ഒരു സന്തോഷത്തെ ഒഴിച്ചാൽ മറ്റൊരു രാഷ്ട്രീയം അതിന് കാണേണ്ടത് പോലുമില്ല. പക്ഷേ അതിനെ ഇത്രമേൽ പേടിക്കുന്നത് എന്തിനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനെന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? അതിനെന്തിനാണ് ഒരു ഭീകര ചുവ കാട്ടാൻ ആവശ്യമാകുന്ന വിധത്തിൽ ഒളിക്യാമറകളുമായി ചില മാധ്യമങ്ങൾ പോകുന്നത്? അങ്ങനെ പോകാൻ മാത്രമുള്ള എന്ത് പ്രശ്നമാണ് അതിലുള്ളത്? ലോകത്തെമ്പാടും നടക്കുന്നതല്ലേ ഇത്? ലോകത്തെമ്പാടും മതപരിവർത്തനങ്ങൾ നടക്കുന്നു. മുസ്ലിങ്ങൾ അവർക്ക് ആവശ്യമാകുന്ന അർത്ഥത്തിലുള്ള ബൗദ്ധികമായ സൈദ്ധാന്തികമായ പ്രചരണ പ്രവർത്തനങ്ങളിലൂടെ അവർ നടത്തുന്ന ഇസ്ലാമിക പ്രചരണങ്ങൾ പോലെ തന്നെ ക്രൈസ്തവ മിഷണറികൾ അവർക്ക് ആവശ്യമാകുന്ന അർത്ഥത്തിലും അത് നടത്തുന്നു. സ്വാഭാവികമാണ്. മറ്റു മതങ്ങളും അത്തരത്തിൽ നടത്താം. സൈദ്ധാന്തിക ബലമുള്ളവർക്ക് ആ ബലമനുസരിച്ച് അത് പറയുമ്പോൾ ബുദ്ധിപരമായി വിവേകമുള്ള ആളുകൾ മുസ്ലിങ്ങളാകുന്നു എന്ന് പറയുന്നതിൽ എന്തിനാണ് മറ്റൊരർത്ഥത്തിൽ അതിനെ കുറിവിക്കേണ്ടത്? മറ്റൊരർത്ഥത്തിലേക്ക് അതിനെ മാറ്റിയെടുക്കുന്നത് എന്താണ്? ഇപ്പോ നിരന്തരം ഒരു വലിയ ഒരു ഫാബ്രിക്കേറ്റഡ് ആയി നിൽക്കുന്ന കൃത്യമായി ഒരു കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു മിത്താണല്ലോ ഇന്ന് ഇന്ത്യയിൽ നിരന്തരം പറയുന്നു ലവ് ജിഹാദ്. സകല ഔദ്യോഗിക മിഷണറികൾ കോടതിയും വരെ അവസാനം അത് തള്ളിക്കളഞ്ഞിട്ടും നിരന്തരം അത് നടക്കും. നിരന്തരം പറയാം. ഞാൻ ചോദിക്കട്ടെ, ഒരു മുസ്ലിമിന് ഇസ്ലാമിന്റെ ശരിയായ വഴിയിൽ നിൽക്കുമ്പോ മറ്റൊരു തരത്തിലുള്ള ഒരിക്കലും ഇസ്ലാമിന് അംഗീകരിക്കാനാവാത്ത, പലപ്പോഴും സ്ത്രീ എന്നത് ഒരു അന്യ സ്ത്രീ എന്ന് പറയുന്നതിനെ അടുക്കാനോ അങ്ങനെ അടുപ്പിക്കാനോ കഴിയാത്ത വിധത്തിലുള്ള അതിന്റെ ഇസ്ലാമികമായ മാനത്തിൽ നിന്ന് നോക്കുമ്പോൾ ഹറാമ് വരെ ചെന്നു ചേരാവുന്ന ഒരു കാര്യത്തെ എങ്ങനെയാണ് ഇങ്ങനെ ചേർത്ത് പിടിക്കാനാവുക? നമുക്ക് ആർക്കും അത് മനസ്സിലാവുന്നില്ല. ഒരു പെൺകുട്ടിയെ ഒരു മതത്തിൽപ്പെട്ട പെൺകുട്ടിയെ പ്രണയിച്ച് കൊണ്ടുവന്നിട്ട് കൂട്ടിച്ചേർത്താലേ ഇസ്ലാമിന് വലിപ്പമുണ്ടാകുന്നു എന്ന് പറയുന്നവരാരും എനിക്ക് തോന്നുന്നില്ല ശരിയായ അർത്ഥത്തിൽ ഒരു മുസ്ലിം എന്ന നിലക്ക് കാണാൻ കഴിയുന്നു. അങ്ങനെ ആളുകൾ തന്നെ കുറവാണ്. എന്തും മിത്താണ്, എന്ത് വർത്തമാനമാണ്. ഉത്തരവാദിത്തപ്പെട്ട ചില ക്രൈസ്തവ സഭകളിൽ നിന്ന്, ഉത്തരവാദിത്തപ്പെട്ട ചില ആളുകളിൽ നിന്ന്, ഒപ്പം തന്നെ കൃത്യമായ വർഗീയ വിഷം ചീറ്റണമെന്ന് മാത്രമുള്ള ജീവിതം നിയോഗമാക്കി നിൽക്കുന്ന ചില കേന്ദ്രങ്ങളിൽ നിന്ന് നിരന്തരം ഇത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട് പറയുന്നു, പരിശുദ്ധ ഖുർആന്റെ ലക്ഷ്യം അതായിരുന്നില്ല. ഖുർആൻ അത് അവിതർക്കിതമായി പറഞ്ഞ ഒരു കാര്യമാണ്. ലാ ഇക്റാഹ ഫിദ്ദീൻ, മതത്തിൽ ഒരു ബലപ്രയോഗവുമില്ല. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. എന്തൊരു മനോഹരമായ പ്രഖ്യാപനമാണത്. ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്യ്. എല്ലാ ജീർണതകളിൽ നിന്നും വ്യക്തമായി സത്യമാർഗം വെളിവായി നിൽക്കുകയാണ്. അവിടെ പ്രത്യേകമായി ഇനി അതിനെ കാണിച്ചു കൊടുക്കേണ്ട ഒരു ആവശ്യവുമില്ലാത്ത വിധം അത് വ്യക്തമാണ്. ആ വ്യക്തത നിലനിൽക്കുമ്പോൾ, ഇസ്ലാമിന് ആ വ്യക്തതയുള്ളപ്പോ പിന്നെ മറ്റൊരു മാർഗം അവലംബിക്കേണ്ട ഒരു ആവശ്യവും വരുന്നില്ല. മറിച്ച് ആ വ്യക്തതയിൽ തന്നെ നിലനിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെതായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്താം. അത് ശരിയായ വ്യക്തിജീവിതത്തിന്റെ സൗന്ദര്യത്തിലൂടെ, നന്മയുടെ മാർഗത്തിലൂടെ, സത്യസന്ധമായ വഴിയിലൂടെ. അങ്ങനെയാണല്ലോ എപ്പോഴും വേണ്ടത്. ഒരാളൊരു മുസ്ലിമിനെ കാണേണ്ടത് എവിടെയാണ്? അയാളുടെ സത്യസന്ധതയിലാണ്, അയാളുടെ ഇസ്ലാമികമായ ജീവിതത്തിലാണ്. അയാളുടെ ആ വ്യക്തിത്വത്തിന്റെ സൗന്ദര്യത്തെ ഇസ്ലാമുമായി ബന്ധപ്പെടുത്തി പഠിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിലൂടെ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടേണ്ടത്.
അല്ലാത്ത എന്തു കാര്യം? ഈ ആയത്ത് വരാൻ തന്നെ കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽ പ്രധാനിയായ ഒരു സ്വഹാബിയുടെ 2 മക്കൾ മദീനയിൽ വന്ന ക്രൈസ്തവ മിഷണറി പ്രവർത്തനത്തിന്റെ ഭാഗമായി വന്ന, ഒപ്പം കച്ചവടാർത്ഥം വന്നിട്ടുള്ള ചില ആളുകളുടെ കൂടെ പോയി. അവരങ്ങനെ ക്രൈസ്തവരായി. ഈ സ്വഹാബി വര്യൻ വല്ലാതെ ദേഷ്യം പിടിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിലെത്തി. നബിയോട് ആളെ അയച്ച് അവരെ കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോഴാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലാ ഇക്റാഹ ഫിദ്ദീൻ. ഇനി അതിന്റെ പിന്നാലെ നടക്കണ്ട. ലാ ഇക്റാഹ ഫിദ്ദീൻ ഖദ് തബയ്യന റുശ്ദു മിനൽ ഗയ്. എല്ലാ ജീർണതകളിൽ നിന്നും പരിശുദ്ധ ഇസ്ലാമിന് വ്യക്തതയുണ്ട്. അതുകൊണ്ട് അത് വെളിവായ സ്ഥിതിയിൽ അതിന്റെ പിന്നാലെ നടക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല എന്നായിരുന്നു. ആരെങ്കിലും താവൂത്തിനോട് നിഷേധം കാണിക്കുക, അതായത് സകലമാന അന്ധവിശ്വാസത്തോടും ജീർണതയോടും നിഷേധം കാണിക്കുകയും അള്ളാഹുവിൽ വിശ്വസിക്കുകയും ചെയ്താൽ അവൻ വളരെ ബലിഷ്ഠമായ ഒരു ഉറപ്പിനെയാണ്, ഒരു കരാറിനെയാണ് അവൻ മുറുകെ പിടിച്ചിട്ടുള്ളത്. അവിടെ യാതൊരു അർത്ഥത്തിലും അത് മുറിയുന്ന ഒന്നല്ല. അള്ളാഹു എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും, അള്ളാഹു അറിയുന്നവനും കേൾക്കുന്നവനുമാകുന്നു എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ ആയത്ത് പിന്നീട് മറ്റു പല ആയത്തുകളാൽ, മറ്റു വിധികളാൽ അതും നസ്ഖ് ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോഴും മഹാനായ സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു ചരിത്രം കാണാൻ സാധിക്കും. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു ക്രൈസ്തവ സഹോദരിയോട് മുസ്ലിം ആകാൻ ആവശ്യപ്പെടുന്നുണ്ട്. അസ്ലിമി യാ അജൂസ, തസ്ലമി എന്നാണ് ഉമർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞത്. ഒരു വൃദ്ധയാണ്, ഖിലാഫത്തിന്റെ ഘട്ടത്തിലാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ മുസ്ലിം ആവണം, അപ്പോൾ നിങ്ങൾ രക്ഷപ്പെടും. അങ്ങനെ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അസ്ലിമി, നിങ്ങൾ മുസ്ലിം ആവണം, അപ്പോ തസ്ലമി, നിങ്ങൾ രക്ഷപ്പെടും. അപ്പോ അവര് പറഞ്ഞ ഒരു കാര്യം, ഞാൻ ഏതായാലും ഇത്ര പ്രായത്തിലെത്തി, ഇനി അങ്ങനെ പോയ പോലെ അങ്ങ് പോയാൽ മതി എന്നാണ് എന്റെ ആഗ്രഹം. ഖലീഫയോടാണ്, ഇസ്ലാമിന്റെ പരമാധികാരിയായ, പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭനായ, ഏറ്റവും ധീരനായ മഹാനായ സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോടാണ്. ഉമർ റളിയല്ലാഹു അൻഹു മറ്റൊന്നും പറഞ്ഞില്ല, മറിച്ച് ഇങ്ങനെ പറഞ്ഞതായി കാണാം, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, ഞാനൊരു കാര്യം സത്യസന്ധമായി ഈ സഹോദരിയോട് പറഞ്ഞു വന്നതിൽ നീ സാക്ഷിയാണ്. പിന്നെ ഓതി തുമ്മ തല ലാ ഇക്റാഹ ഫിദ്ദീൻ എന്ന ആയത്തോതിയിട്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു, അതായത് മറ്റൊരു പ്രയോഗത്തിന്റെയോ മറ്റൊരു ബലപ്രയോഗത്തിന്റെയോ മറ്റൊരു തരത്തിലുള്ള പ്രലോഭനത്തിന്റെയോ ആവശ്യമില്ലാത്ത വിധം ഉമർ റളിയല്ലാഹു തആല അൻഹു ആ കാര്യം പറഞ്ഞതിനു ശേഷം സയ്യിദുനാ ഉമർ റളിയല്ലാഹു തആല അൻഹു ആ വൃദ്ധയോട് മറ്റൊരു വർത്തമാനം പറഞ്ഞില്ല, അല്ലാഹുമ്മ അശ്ഹദ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതായത് പടച്ചവനെ നീ സാക്ഷിയാണ്, ഞാനൊരു സത്യം ഇവരെ ബോധ്യപ്പെടുത്തേണ്ട വിധം ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇവർ മുസ്ലിം ആകണമെന്ന നിർബന്ധ ബുദ്ധി എന്റെ അധികാര രീതി ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രലോഭിപ്പിക്കാനോ ഒന്നും ഞാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ തയ്യാറാകാതിരിക്കുക എന്നതാണ് പ്രധാനം. അപ്പൊ അങ്ങനെ ലോകത്തെമ്പാടും അത്തരത്തിലുള്ള പ്രബോധന മാർഗങ്ങൾ എല്ലാ വിഭാഗം ആളുകളും കാണിക്കുമ്പോൾ തന്നെ ആരെങ്കിലും ഒന്ന് മുസ്ലിം ആകുമ്പോഴേക്കും ഉണ്ടാകുന്ന ഈ ഹാലിളക്കവും കോളിളക്കവും ഒക്കെ എന്തിനാണ്? അങ്ങനെ കാണുന്നത് ഏത് രീതിയിലാണ് നമ്മൾ കാണേണ്ടത്? ഞാൻ പറയുന്നത് നമ്മളും അങ്ങനെ തന്നെയാണ്. അതായത് ഇതൊന്നും ഒരു രാഷ്ട്രീയമായോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലോ ഇതിനെ വ്യാഖ്യാനിക്കേണ്ട ഒരു കാര്യവുമില്ലാത്ത വിധം ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ സത്യവിശ്വാസത്തിലേക്ക് കടന്നു വന്ന ഒരാൾ, അയാൾക്ക് മറ്റൊരു അഭയമില്ലെങ്കിൽ അഭയം കൊടുക്കേണ്ടത് ഒരു മുസ്ലിമിന്റെ ഒരു ബാധ്യതയാണ്. അവർക്ക് വീടില്ലെങ്കിൽ വീട് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യേണ്ടത്, അതൊരു സഹോദര ബുദ്ധിയോ മാത്രം നടക്കേണ്ട ഒരു ഏർപ്പാടാണ്. അത് മറ്റൊരു തരത്തിലല്ല അത് കാണേണ്ടത്. മദീനയിൽ വരുമ്പോ മഹാന്മാരായ സഹാബാക്കൾക്ക്, മദീനയിലെ അൻസാരികളായ സഹാബാക്കൾ മുഹാജിറുകളായി എല്ലാം വിട്ടേച്ചു വരുമ്പോ എല്ലാം കൊടുത്തു. സമ്പത്തിന്റെ പകുതി കൊടുത്തു, ജീവിതത്തിന്റെ തന്നെ പാതിയായിരുന്നവളെയും കൊടുത്തു. അങ്ങനെ സകലതും കൊടുത്തുകൊണ്ട് അങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് ഒരു സത്യവിശ്വാസിയുടേത് മാത്രമാണ്. അങ്ങനെ പരിശുദ്ധ ഖുർആൻ തന്നെ അൻസാരികളായ സ്വഹാബാക്കളെ വളരെയേറെ പ്രശംസിച്ചുകൊണ്ട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം അവർ തന്റെ ജീവിതങ്ങളെ തന്നെ പകുത്തു കൊടുക്കുന്നത് പോലെയായിരുന്നു മുഹാജിറുകളായ സ്വഹാബാക്കളോട് അവർ പെരുമാറിയിരുന്നത് എന്ന് നമുക്ക് ഇസ്ലാമിന്റെ ചരിത്രം പഠിക്കുമ്പോൾ അറിയാം. അങ്ങനെ ഒരു സാഹോദര്യ ബന്ധം ഇസ്ലാമിനുണ്ട്.
സാഹോദര്യ ബന്ധം മാത്രമല്ല, ആര് വന്നാലും അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള അധമത്വമോ അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഉച്ചത്തമോ നൽകാൻ ഇസ്ലാം തയ്യാറല്ല. അയാൾ വന്നത് ബ്രാഹ്മണ കുടുംബത്തിൽ നിന്നാണ്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ബ്രാഹ്മണ്യം നിലനിൽക്കണമെന്ന് നമ്മൾ പറയില്ല. അയാൾ വന്നത് ഏറ്റവും താഴേക്കിടയിൽ നിന്ന് ചിലർ ആളുകൾ പറയുന്ന തരത്തിലുള്ള ഒരു ഗോത്രത്തിൽ നിന്നോ വർഗത്തിൽ നിന്നോ ആണ്, അതുകൊണ്ട് അയാൾ എന്നും ഇനി അങ്ങനെ തന്നെ ആകണം എന്നും പറയില്ല. മറിച്ചോ, ആരാണോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമായ ഈ വാക്യങ്ങൾ കൃത്യമായ ബോധ്യത്തോടെ ഉച്ചരിച്ചുകൊണ്ട് ഈ മതത്തിന്റെ മാർഗത്തിലേക്ക് വന്നത്, അയാൾ സഹോദരനാണ്. അയാൾക്ക് ഏതെങ്കിലും സ്ഥാനക്കയറ്റമോ അല്ലെങ്കിൽ അയാൾക്ക് ഒരു സ്ഥാന നീക്കമോ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണല്ലോ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ പോലും ആശാൻ തന്റെ ദുരവസ്ഥയിൽ പാടുന്നത് പോലെ, എവിടെയോ എത്രയോ കാതം അകലെ നിൽക്കേണ്ടി വരുന്ന ഒരു ചെറുമച്ചക്കൻ പോയി തൊപ്പിയിട്ടാൽ പിന്നെ തെല്ലും പേടിക്കേണ്ട നമ്പൂരാരെ കുറിച്ചൊന്നും പേടിക്കണ്ട. സവർണനായിരുന്ന നമ്പൂതിരിയുടെ മുമ്പിലേക്ക് ചെല്ലാൻ അയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തൊട്ടുകൂടായ്മ എന്ന് പറയുന്ന ഒന്നില്ല. മറിച്ച് അയാൾക്ക് എവിടെയും ചെല്ലാം. കാരണം അയാളുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രകാശം അത് ഷഹാദത്തിന്റെ പ്രകാശമാണ്. അവിടെ എല്ലാ മനുഷ്യരും ഒരുപോലെ നിൽക്കപ്പെടുന്ന ഒന്നാണ്. കുല്ലുക്കും മിൻ ആദം വ ആദമു മിൻ തുറാബ്. നിങ്ങളൊക്കെ ആദമിന്റെ മക്കൾ, ആദമോ മണ്ണിന്റെ പുത്രൻ. നിങ്ങൾക്കിടയിൽ പ്രത്യേക വർണ്ണമോ നിങ്ങൾക്കിടയിൽ പ്രത്യേക ദേശമോ നിങ്ങൾക്കിടയിൽ പ്രത്യേകമായിട്ടുള്ള ഏതെങ്കിലും ഒരു വർഗപരമായിട്ടുള്ള ഉച്ചനീചത്വങ്ങൾ എന്ന് പറയുന്നത് ഇല്ല എന്ന് പറയുകയാണ് പരിശുദ്ധ ഇസ്ലാം ചെയ്തത്, മുഹമ്മദ് മുസ്തഫ ചെയ്തത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അക്കാര്യത്തിൽ ഖുർആനും ഇസ്ലാമും മുഹമ്മദ് നബിയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർബന്ധിച്ച ആ സാഹോദര്യ ബന്ധത്തിന്റെ ഉള്ളിലേക്ക് കയറാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ചരിത്രത്തിലെമ്പാടുമുണ്ടായി. സയ്യിദുന ബിലാലിനെ പോലെ റളിയല്ലാഹു അൻഹു, സയ്യിദുന സൽമാൻ അൽ ഫാരിസിയെ പോലെ റളിയല്ലാഹു അൻഹു, എത്ര ആളുകൾ. അത് ചരിത്രത്തിന്റെ പാരമ്പര്യമായി നിരന്തരമായി തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. മനുഷ്യരാൽ അവഹേളിക്കപ്പെടുമ്പോ, ജാതിയാൽ മാറ്റി നിർത്തപ്പെടുമ്പോ, മറ്റുള്ളവരാൽ അപമാനിതയായി അല്ലെങ്കിൽ അപമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോ, അത്തരം അപമാനങ്ങൾ പേറേണ്ടാത്ത ഒരു സ്ഥലത്തേക്ക് ഏതു മനുഷ്യനാണ് വരാൻ ആഗ്രഹിക്കാതെ പോകുന്നത്? ഇസ്ലാമിൽ അങ്ങനെ ഒന്നില്ല. ലോകത്ത് ഇന്ത്യയിൽ തന്നെ നടന്ന ഏറ്റവും വലിയ മതപരിവർത്തനത്തിന്റെ ചരിത്രമാണ് ഡോക്ടർ BR അംബേദ്കറും അദ്ദേഹത്തിന്റെ ഒരു വലിയ ജനവിഭാഗവും മഹർ ജനവിഭാഗവും ഒരുമിച്ച് ബൗദ്ധമതം സ്വീകരിച്ചത്. എന്തുകൊണ്ടായിരുന്നു? തങ്ങൾക്ക് പൊതുകിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കാനോ, അത്ര വലിയ വിദ്യാഭ്യാസം ചെയ്ത് യൂറോപ്പിൽ പോയി പഠിച്ചു വന്ന് എന്നു മാത്രമല്ല, ഇന്ത്യയുടെ ഭരണഘടനയുടെ ശില്പി എന്ന നിലയിലൊക്കെ വളർന്ന ഒരാൾക്ക് പോലും തങ്ങളുടെ സാമൂഹികമായ നീചത്വത്തെ മാറ്റിയെടുക്കാൻ തങ്ങൾ പാർക്കുന്ന, തങ്ങൾ വിശ്വസിക്കുന്ന മതസംവിധാനത്തിൽ സാധ്യമല്ലെന്ന് വന്നപ്പോ അവര് പോയതാണ്. പക്ഷേ ഇതെന്തോ ഒരു ഭീകരമായി ചിത്രീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നതാണ് ഏറെ ദുഃഖകരം. നമ്മൾ ആ കാര്യത്തിൽ ഏതെങ്കിലും തരത്തിലൊരു വിവേചനത്തിന്റെയോ വിഭജനത്തിന്റെയോ പാത പറയുകയല്ല. ആരും ഉൾക്കൊള്ളേണ്ട ഒരു വസ്തുത ഇതാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു പരിപാടിയുണ്ട്. ആശയപരമായി പരസ്പരം സമരം ചെയ്യാം. പക്ഷേ അതൊരിക്കലും മനുഷ്യന്റെ ആരോഗ്യത്തെയും അതുപോലെ സ്പർദ്ധയെയും, ആരോഗ്യത്തെ ബാധിക്കുന്നതോ സ്പർദ്ധയെ വളർത്തുന്നതോ ആകരുത്. മറിച്ച് എന്തുമാവാലോ, ഈ രാജ്യത്ത് അതിന് സ്വാതന്ത്ര്യമുണ്ട്. തങ്ങളുടെ ആശയം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, തങ്ങളുടെ മതം പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന റിസൾട്ടുകൾ അനുഭവിക്കുകയും ചെയ്യാം. അതിനപ്പുറം ഉണ്ടാകുന്ന സ്പർദ്ധയെ, അങ്ങനെ വെറുപ്പിന്റെ ഒരു പ്രത്യേകമായ ഒരു തരത്തെ രൂപീകരിക്കാതിരിക്കുക എന്നത് നമ്മളും അതോടൊപ്പം തന്നെ ഈ രാജ്യത്തെ ഓരോ പൗരനും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിന്റെ ഈ ഉൾവെളിച്ചം അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആൻ ബലം പ്രയോഗിച്ചില്ല, ഖുർആൻ ബലം പ്രയോഗിക്കാൻ പറഞ്ഞില്ല. ഖുർആൻ അതിന്റെ പ്രബോധനത്തിന്റെ ഒരു ഘട്ടത്തിൽ പോലും അത്തരം ഒരു ശബ്ദം പുറപ്പെടുവിപ്പിച്ചിട്ടില്ല. മുഹമ്മദ് മുസ്തഫ എന്ന സ്നേഹഭാജനത്തിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂടെ അധികാരങ്ങളെല്ലാം ഉണ്ടായിരുന്ന സമയത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സത്യനിഷേധികളായിരുന്ന ആളുകൾ സുഹൃത്തുക്കളായി ജീവിച്ചതും പരിശുദ്ധ ഇസ്ലാമിന്റെ ചരിത്രത്തിലുണ്ട്. മക്ക വിജയാനന്തരം പോലും നബി ഏറ്റവും കൂടുതൽ ശത്രുവായി കണ്ടിരുന്നയാളുടെ മകൻ, അതായത് അബൂജഹലിന്റെ മകൻ പ്രവാചകന്റെ മുമ്പിൽ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിച്ചു. ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ, സഫ്വാൻ ഇബ്നു ഉമയ്യ. സഫ്വാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാതെ മാസങ്ങൾ നീണ്ടു. പക്ഷേ അപ്പോഴൊക്കെ ആ സുഹൃത്ത് ബന്ധത്തിന് ഒരു ഉലച്ചിലും വന്നില്ല.
അവസാനം ആ സ്നേഹത്തിന്റെ മുമ്പിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ മുമ്പിൽ സഫ്വാൻ ഇബ്നു ഉമയ്യയും സമ്മതിച്ചു പറഞ്ഞു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്നക റസൂലുള്ളാഹ്. അതാണ് ഇസ്ലാം. ഈ ഇസ്ലാമിന് ഇങ്ങനെ പോകാൻ കഴിയും. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നല്ലത് മനസ്സിലാക്കാൻ അല്ലാഹു നമുക്കും മറ്റുള്ളവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സഹോദരന്മാർ പലതരത്തിൽ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തവരുണ്ട്. പ്രത്യേകിച്ച് കോവിഡ് രോഗം മൂലം ബുദ്ധിമുട്ടുന്ന സുഹൃത്തുക്കളുണ്ട്. അർഹമുർ-റഹീമിനായ തമ്പുരാൻ ആ മഹാമാരിയിൽ നിന്നും ഏവരെയും അല്ലാഹു രക്ഷപ്പെടുത്തട്ടെ. ഒപ്പം അങ്ങനെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സഹോദരന്മാർക്ക് അല്ലാഹു എത്രയും പെട്ടെന്ന് ശിഫാഉം സലാമത്തും പൂർവാരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. ദീർഘായുസ്സും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മെ ഏവരെയും സത്യവിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കാനും സത്യബാന്ധാവിൽ നിന്നുകൊണ്ട് തന്നെ പരിശുദ്ധമായ ദീനിന്റെ മാർഗത്തിൽ ജീവിച്ച് അവന്റെ പൊരുത്തത്തിൽ മരിക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. സകല ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു നമ്മെ ഏവരെയും രക്ഷപ്പെടുത്തട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.